നമസ്കാരം. ആഗോള ഭിക്ഷക്കാരൻ 2002 പാകിസ്ഥാനിലെ അതിഭീകരമായ സാമ്പത്തിക പ്രതിസന്ധി പരിഹരിക്കാൻ ലോകരാജ്യങ്ങളെ സമീപിച്ച അന്നത്തെ പ്രധാനമന്ത്രി ഇമ്രാൻഖാനെ പ്രതിപക്ഷം പരിഹസിച്ചത് അങ്ങനെയാണ്. ഇപ്പോൾ ഇമ്രാൻ ജയിലിലാണ്. അന്നത്തെ പ്രതിപക്ഷം ഇന്ന് ഭരണപക്ഷമായി. പക്ഷേ പുതിയ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫും ഇപ്പോൾ ആഗോള ഭിക്ഷക്കാരൻ്റെ റോളിലാണ്. സൗദി, UAE, ചൈന എന്നിവിടങ്ങളിൽ നിന്ന് കോടിക്കണക്കിന് ഡോളർ കടം വാങ്ങി സാമ്പത്തിക പ്രതിസന്ധി പരിഹരിക്കാനാണ് ഷഹബാസിൻ്റെ നീക്കം. ഒരു ചായ കുടിക്കാൻ പോലും ഗതിയില്ലാത്തവൻ എന്ന പഴയ സിനിമയിലൊക്കെ ചിലരെ പരിഹസിക്കുന്നത് നാം കേട്ടിട്ടുണ്ട്. പക്ഷേ ഒരു രാജ്യത്തിന് മൊത്തമായി ചായ കുടിക്കാനുള്ള ഗതി ഇല്ലാതായാലോ? അതാണ് സത്യത്തിൽ പാകിസ്ഥാനിൽ സംഭവിക്കുന്നത്. കരുതൽ ധനശേഖരം കുത്തനെ ഇടിഞ്ഞ് ഒന്നും ഇറക്കുമതി ചെയ്യാൻ കഴിയാതായതോടെ ചായപ്പൊടിക്കും കുത്തനെ വില കൂടി. ഇതോടെ ചായയുടെ ഉപയോഗം പരമാവധി കുറയ്ക്കണമെന്ന് പാകിസ്ഥാൻ സർക്കാർ നിർദ്ദേശം നൽകിയിരിക്കുകയാണ്. ചായയുടെ കാര്യത്തിൽ മാത്രമല്ല, ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ വലിയ വിലക്കയറ്റമാണ് പാകിസ്ഥാനിൽ. മരുന്നിന് പോലും ക്ഷാമം അനുഭവപ്പെടുന്നു. രാജ്യത്തിന്റെ മലയോര മേഖലകളിലൊക്കെ ധാന്യത്തിനായി ജനം അടിപിടി കൂടുന്നതിന്റെ വാർത്തകളും ഇതോടൊപ്പം പുറത്തു വന്നിരുന്നു. ഇപ്പോഴിതാ പ്രതിസന്ധി പരിഹരിക്കാൻ മറ്റു ചില കുറുക്കുവഴികളാണ് പാകിസ്ഥാൻ തേടുന്നത്. ഇപ്പോൾ മെഡിക്കൽ ആവശ്യങ്ങൾക്കായി കഞ്ചാവ് കൃഷി നിയമവിധേയമാക്കാൻ ഒരുങ്ങിയിരിക്കുകയാണ് പാകിസ്ഥാൻ. രാജ്യം അഭിമുഖീകരിക്കുന്ന കടുത്ത സാമ്പത്തിക പ്രതിസന്ധി മറികടക്കാനാണ് നടപടി. ഇതുമായി ബന്ധപ്പെട്ട് കനാബിസ് കൺട്രോൾ ആൻഡ് റെഗുലേറ്ററി അതോറിറ്റി രൂപീകരിക്കാനുള്ള ഓർഡിനൻസ് സർക്കാർ പുറത്തിറക്കി. മെഡിക്കൽ വ്യാവസായിക ആവശ്യങ്ങൾക്കായി കഞ്ചാവ് കൃഷി ചെയ്യുന്നതും വേർതിരിച്ചെടുക്കൽ, ശുദ്ധീകരണം, നിർമ്മാണം, വിൽപ്പന തുടങ്ങിയ പ്രക്രിയകൾക്കും ഈ റെഗുലേറ്ററി ബോർഡിനായിരിക്കും ഉത്തരവാദിത്തം. 13 അംഗങ്ങളാണ് റെഗുലേറ്ററി അതോറിറ്റിയിലുള്ളത്. വിവിധ സർക്കാർ വകുപ്പുകൾ, രഹസ്യാന്വേഷണ ഏജൻസികൾ, സ്വകാര്യ മേഖലകൾ എന്നിവിടങ്ങളിലുള്ളവർ ഈ അതോറിറ്റിയുടെ ഭാഗമാകും. ഇമ്രാൻഖാൻ പ്രധാനമന്ത്രിയായിരുന്ന കാലത്താണ് CCR അതോറിറ്റിയുടെ രൂപീകരണം സംബന്ധിച്ച് ആദ്യ നിർദ്ദേശം ഉയരുന്നത്. കഞ്ചാവും ആഗോള വിപണിയിൽ അതുമായി ബന്ധപ്പെട്ട മേഖലകളിലേക്കും കടന്നു ചെല്ലാനുള്ള പാകിസ്ഥാന്റെ നീക്കമാണ് ഇതിന് പിന്നിലെന്നാണ് റിപ്പോർട്ടുകൾ. കയറ്റുമതി, വിദേശ നിക്ഷേപം, ആഭ്യന്തര വിൽപ്പന എന്നിവയിലൂടെ വലിയ തോതിലുള്ള വരുമാനം ലക്ഷ്യമിടുന്നുണ്ട്. ഏഷ്യൻ ഡെവലപ്മെന്റ് ബാങ്കിന്റെ കണക്കനുസരിച്ച് പാകിസ്ഥാന്റെ സാമ്പത്തിക വളർച്ച വളരെ താഴ്ന്ന നിലയിലാണ്. ഐക്യരാഷ്ട്രസഭ നിയമപ്രകാരം ഒരു രാജ്യത്തിന് കഞ്ചാവുമായി ബന്ധപ്പെട്ട ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുകയോ വിൽക്കുകയോ ചെയ്യണമെങ്കിൽ അന്താരാഷ്ട്ര ചട്ടങ്ങൾ പാലിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുന്ന ഒരു ഫെഡറൽ സ്ഥാപനം ഉണ്ടായിരിക്കണം. വിനോദ ആവശ്യങ്ങൾക്കായി കഞ്ചാവ് വാങ്ങുന്നവർക്കും കർശനമായി പിഴ ചുമത്തും. അനധികൃതമായി കഞ്ചാവ് കൈവശം വെക്കുന്നവരിൽ നിന്ന് 1 കോടി പിഴ ഈടാക്കും. കമ്പനികൾക്ക് 1 കോടി മുതൽ 20 കോടി വരെയാണ് പിഴ. ഖൈബർ പക്തൂൺഖ്വ മേഖലയിലെ അനധികൃത കഞ്ചാവ് കൃഷി തടയാൻ പുതിയ തീരുമാനം സഹായിക്കുമെന്നും വിലയിരുത്തുന്നു. അതുപോലെ അധികാരത്തിലെത്തുന്നതിന് മുമ്പ് അഫ്ഗാനിൽ താലിബാന്റെ പ്രധാന വരുമാന മാർഗം കഞ്ചാവ് കൃഷിയായിരുന്നു. ഇപ്പോൾ അവർ അധികാരത്തിലെത്തിയതോടെ കഞ്ചാവ് കൃഷി കുറച്ചിട്ടുണ്ട്. ഇതും ഫലത്തിൽ പാകിസ്ഥാന് ഗുണം ചെയ്യുമെന്നാണ് വിലയിരുത്തൽ. ഇമ്രാനെ ഭിക്ഷാടകൻ എന്ന് വിശേഷിപ്പിച്ചവർക്കും ഇപ്പോൾ മുന്നിൽ മറ്റു വഴികളില്ല. 2024-2025 സാമ്പത്തിക വർഷത്തിൽ ചൈന പോലുള്ള പ്രധാന സഖ്യകക്ഷികളിൽ നിന്ന് $12 ബില്യൺ കടം വാങ്ങാനാണ് പാകിസ്ഥാൻ തീരുമാനിച്ചത്. IMF ടീം സഹായത്തിന് വരുന്നതിന് മുമ്പ് പണം കൈവരിക്കാനാണ് പാകിസ്ഥാന്റെ ലക്ഷ്യം. സൗദി അറേബ്യയിൽ നിന്ന് $5 ബില്യൺ, UAEയിൽ നിന്ന് $3 ബില്യൺ, ചൈനയിൽ നിന്ന് $4 ബില്യൺ വാങ്ങാനാണ് ധനമന്ത്രാലയം ഉൾപ്പെട്ടവർ തീരുമാനിച്ചിരിക്കുന്നതെന്നാണ് വിവരം. ചൈനയിൽ നിന്നുള്ള കൂടുതൽ പുതിയ ധനസഹായത്തിന്റെ എസ്റ്റിമേറ്റ് അടുത്ത സാമ്പത്തിക ബജറ്റ് വർഷത്തിൽ ഉൾപ്പെടുത്തും. പുതിയ വായ്പാ പദ്ധതിക്ക് കീഴിൽ പാകിസ്ഥാന് അന്താരാഷ്ട്ര നാണയനിധിയിൽ നിന്ന് $1 ബില്യൺ അധികം ലഭിക്കും. അതേസമയം ലോകബാങ്കിൽ നിന്നും ഏഷ്യൻ ഡെവലപ്മെന്റ് ബാങ്കിൽ നിന്നുമുള്ള പുതിയ ധനസഹായം കണക്കാക്കിയ ബജറ്റിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ കർശനമായ ചെലവ് ചുരുക്കലിലൂടെയാണ് രാജ്യം കടന്നു പോകുന്നത്. ഇന്ത്യയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഔദ്യോഗിക വസതി വാടകയ്ക്ക് കൊടുക്കുന്നതിനെ പറ്റി ചിന്തിക്കാൻ കഴിയുമോ? എന്തൊരു നാണക്കേടാണ്. എന്നാൽ അത്തരത്തിലുള്ള ഒരു കടുംവെട്ടാണ് പാകിസ്ഥാനിൽ നടന്നത്. അതും ഇമ്രാനാണ് തുടങ്ങി വെച്ചത്. കടബാധ്യതകൾ നേരിടുന്ന രാജ്യത്തിന് വരുമാനം ഉണ്ടാക്കാനായി സാംസ്കാരിക, വിദ്യാഭ്യാസ പരിപാടികൾ എന്നിവ നടത്താനായിട്ടാണ് പ്രധാനമന്ത്രിയുടെ വീട് വാടകയ്ക്ക് നൽകിയിരിക്കുന്നത്. പ്രധാനമന്ത്രിയാവട്ടെ മറ്റൊരു വീട്ടിലേക്ക് മാറുകയും ചെയ്തു. ഇന്ത്യ സാമ്പത്തികമായി വളരുമ്പോൾ ഒരേ ദിവസം സ്വാതന്ത്ര്യം കിട്ടിയ പാകിസ്ഥാൻ തകർന്ന് തരിപ്പണമാകുന്നതാണ് കാണാൻ കഴിയുന്നത്.